ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ടാസ്കുകൾ മാത്രമാണുള്ളത്. അതും ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ടാസ്കുകൾ. 81-ാം ദിവസം രാവിലെ തന്നെ ടിക്കറ്റ് ഫിനാലയുടെ 7ാമത്തെ ടാസ്ക് നടക്കുകയാണ്. ചവിട്ട് നാടകം. 2 പേർ വീതമായിരിക്കും ഓരോ റൗണ്ടിലും മത്സരിക്കുക. പടികളോടെയുള്ള 2 സ്റ്റാൻഡുകളും 2 പലകകളും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. സ്റ്റാൻഡിൽ ഒരു കാലും മറുകാൽ പലകയിലും വെക്കണം. പലകയുടെ മറുവശത്ത് ഒരു ഫ്ലവർ വേസ് കൂടി വയ്ക്കും. ആ ഫ്ലവർ വേസ് വീടാതെ കൂടുതൽ നേരം നിൽക്കുന്നവരായിരിക്കും ടാസ്കിലെ വിജയ്. ഇങ്ങനെയായിരുന്നു ടാസ്ക് നടന്നത്. ടാസ്കിൽ ഫ്ലവർ വേസ് താഴെ വീഴാതെ ബാലൻസ് ചെയ്ത് ഏറെ നേരം നിന്ന് വിജയിച്ചത് നോറയായിരുന്നു. നോറ 2 മണിക്കൂറിലധികം സമയമാണ് നിന്നത്. 1 മണിക്കൂറും 59 മിനിറ്റ് നിന്ന് ഋഷിയാണ് ടാസ്കിൽ രണ്ടാമതായി വിജയിച്ചത്. അർജുൻ 1 മണിക്കൂറും 56 മിനിറ്റ് നിന്ന് ടാസ്കിൽ മൂന്നാമതുമെത്തി. 3 മിനിറ്റ് 3 സെക്കൻഡുമാണ് ടാസ്കിൽ ജിൻഡോ നിന്നത്. ടാസ്കിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ജിൻഡോ പിന്മാറുകയായിരുന്നു. പോയിന്റ് കിട്ടിയില്ലെങ്കിലും സായി അതുപോലെ നന്ദന ഇവർ 2 പേരും നന്നായി കളിച്ചിരുന്നു. ടാസ്കിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ നോറ, ഋഷി, അർജുൻ, സായി, നന്ദന ഇവർ 5 പേരുമാണ് നന്നായി ടാസ്ക് കളിച്ചത്. മറ്റുള്ളവരൊന്നും അത്ര എഫേർട്ടൊന്നും എടുത്തിരുന്നില്ല. ടാസ്കിൽ സ്കോർ ചെയ്തത് നോറ തന്നെയായിരുന്നു. ടിക്കറ്റ് ഫിനാലെ തുടങ്ങി കഴിഞ്ഞ ദിവസം വരെയും നന്നായി ടാസ്ക് കളിക്കാൻ നോറയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ടാസ്കിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു നോറ കാഴ്ചവെച്ചത്. ഏതായാലും ഈ ടാസ്കോട് കൂടി നോറയ്ക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. എപ്പിസോഡിന്റെ 3/4 ഭാഗവും ഈ ടാസ്ക് തന്നെയായിരുന്നു. ഇനി 8ാമത്തെ ടാസ്ക് മുഖമുദ്ര. പേര് പോലെ തന്നെ മുദ്ര പതിപ്പിക്കുന്നതായിരുന്നു ടാസ്ക്. ഗാർഡൻ ഏരിയയിൽ 10 മത്സരാർത്ഥികൾക്കും ഓരോ റൈറ്റിംഗ് ബോർഡ് കൊടുക്കും. ഈ ബോർഡിൽ സീൽ ചെയ്യാനായിട്ട് റിജക്ട് എന്നെഴുതിയ ഒരു സ്റ്റീൽ സ്റ്റാമ്പും കൊടുക്കും. ബസർ അടിക്കുമ്പോൾ മത്സരാർത്ഥികൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ ബോർഡിൽ സീൽ ചെയ്യണം. ഏറ്റവും കൂടുതൽ സീൽ പതിഞ്ഞ ബോർഡ് ആരുടെയാണോ അവർ ടാസ്കിൽ നിന്നും ഔട്ട് ആകുന്നതായിരിക്കും. ഇങ്ങനെയായിരുന്നു ടാസ്ക് നടന്നത്. ആദ്യ റൗണ്ടിൽ ഋഷി, സിജോ, നോറ എന്നിവർ തമ്മിലായിരുന്നു പരസ്പരം ടാർഗറ്റ് നടന്നത്. ലാസ്റ്റ് ഔട്ടായത് നോറയായിരുന്നു. സെക്കൻഡ് റൗണ്ട് വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. വഴക്കും ബഹളവുമാണ് നടന്നത്. ജാസ്മിൻ, സിജോ, ഋഷി തുടങ്ങിയവരായിരുന്നു പരസ്പരം സീൽ പതിക്കാൻ വേണ്ടി പോയത്. അവസാനം സീൽ കൗണ്ട് ചെയ്യുന്നതിനിടയിലാണ് വാക്ക് തർക്കം നടന്നത്. സിജോയും ജാസ്മിനും തമ്മിലായിരുന്നു പൊരിഞ്ഞ പോര് നടന്നത്. ജാസ്മിൻ പതിച്ച സീലിന്റെ മുദ്ര കാണുന്ന രീതിയിൽ പതിഞ്ഞിട്ടില്ല എന്നത് പറഞ്ഞായിരുന്നു തർക്കം നടന്നത്. ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ക്യാപ്റ്റനായ ഞാനാണ്, ജാസ്മിൻ അല്ല, ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ സിജോ പറയുന്നുണ്ടായിരുന്നു. ടാസ്കിന്റെ 5ാമത്തെ റൗണ്ടിൽ എത്തിയത് ജിൻഡോ, അഭിഷേക് എന്നിവരായിരുന്നു. ജിൻഡോ ആണ് അഭിഷേകിന്റെ ബോർഡ് സീൽ ചെയ്യാൻ പോയത്. അഭിഷേക് ആണെങ്കിൽ മുഴുവൻ ശക്തിയെടുത്ത് ജിൻഡോയെ പിടിച്ചു തള്ളുന്നതൊക്കെ കാണാമായിരുന്നു. ഗെയിമിനപ്പുറത്തേക്ക് ഒരു ഫിസിക്കൽ അറ്റാക്ക് പോലെയാണ് അവിടെ നടന്നത്. ഒരു കയ്യാൻ കളിയിലേക്ക് കാര്യം വന്നതോടെ 2 പേർക്കും ബിഗ് ബോസ് വാർണിംഗ് നൽകുന്നുണ്ട്. ഫൈനൽ റൗണ്ടിൽ അർജുൻ, സിജോ, സായി എന്നിവരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 3 പേരും പ്ലാൻ ചെയ്ത് കളിച്ചത് കൊണ്ട് തന്നെ 3 പേർക്കും പോയിന്റ് ലഭിച്ചു. അങ്ങനെ ടിക്കറ്റ് ഫിനാലയുടെ 8ാമത്തെ ടാസ്ക് കഴിയുമ്പോഴേക്കും ലീഡ് ചെയ്ത് നിൽക്കുന്നത് അഭിഷേക് തന്നെയാണ്. 13 പോയിന്റുകളാണ് അഭിഷേകിന് ലഭിച്ചിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് 8 പോയിന്റുകളുമായി അർജുനാണുള്ളത്. 3ാം സ്ഥാനത്ത് 7 പോയിന്റുകളോടെ ഋഷി, 4ാം സ്ഥാനത്ത് 6 പോയിന്റുകളുമായി സായി, ജിൻഡോ, 5ാം സ്ഥാനത്ത് ശ്രീതു, 6ാം സ്ഥാനത്ത് നോറ, 7 ജാസ്മിൻ, 8 സിജോ എന്നിങ്ങനെയാണ് ടിക്കറ്റ് ഫിനാലയുടെ നിലവിലെ പോയിന്റ് നില. നന്ദനയ്ക്ക് മാത്രമാണ് നിലവിൽ പോയിന്റുകളൊന്നും ലഭിക്കാത്തത്. എന്നാൽ ഈ പോയിന്റ് നിലകളൊക്കെ മാറി മറിയാനുള്ള സാധ്യതകളും തുടർന്നുള്ള ദിവസങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ജിൻഡോ ആയിരുന്നു 2ാം സ്ഥാനത്തുണ്ടായിരുന്നത്. ഇന്നലത്തോടുകൂടി 2ാം സ്ഥാനം അർജുൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇനി വരുന്നത് വീക്കെൻഡ് എപ്പിസോഡാണ്. 2 പേർ പുറത്തു പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഇനി ടിക്കറ്റ് ഫിനാലയുടെ ബാക്കി ടാസ്കുകളും പണപ്പെട്ടി ടാസ്കും ഒക്കെയാണ് നടക്കാനുള്ളത്. ഫൈനൽ 5 മത്സരാർത്ഥികൾ ആരൊക്കെയാകുമെന്ന് ഇനി ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തീരുമാനമാകും.